ഇപ്പം അനീഷ് സുഭാസൻ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓടിയെത്തുന്നത് ലാലേട്ടൻ, അല്ല ലാലേട്ടൻ്റെ പേഴ്സണൽ ഫോട്ടോഗ്രാഫർ എന്ന് പറയാം. ഈ ലാലേട്ടൻ കൂടാതെ മറ്റ് നടന്മാരുമായിട്ട് ഇതുപോലെ ബോണ്ട് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓർമ്മകളുണ്ടോ? ദിലീപേട്ടൻ എനിക്ക് തോന്നുന്നു ലാൽ സാറിലേക്ക് ഉള്ളൊരു ലാൽ സാറിന് വേണ്ടി ഞാൻ ഫോട്ടോ എടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള അതാണ് എൻ്റെ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആളാണ്, വ്യക്തിയാണ് ശ്രീ മോഹൻലാൽ. നടനാണ്. പക്ഷെ ദിലീപേട്ടൻ എനിക്ക് എൻ്റെ ഒരു ചേട്ടനെ പോലെയാണ്. അത് വേറൊരു വൈബാണ് അവിടെ. വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു പോയിന്റിൽ ഞാൻ അത്യാവശ്യമൊക്കെ ഷൂട്ട് ചെയ്ത് തുടങ്ങുന്നു, പക്ഷെ സാമ്പത്തികമായിട്ട് എനിക്കൊന്നും വരുന്നില്ല. ഞാൻ മംഗളം മനോരമയ്ക്ക് കവർ പേജ് ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്കൊരു 1200 രൂപയാണ് ഒരു കവർ പേജ് ചെയ്താൽ കിട്ടുന്നത്. ഒരു റോൾ ഫിലിം വേണം, അതിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഫോട്ടോ ആണ് അവർ സെലക്ട് ചെയ്യുന്നത്. അതിലെനിക്കൊരു 1200 രൂപ തരും. 1200 രൂപ 2 മാസം കഴിഞ്ഞിട്ടാണ് വരിക. ഇതൊന്നും വെച്ച് എനിക്ക് മുന്നിലേക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാനൊരു ദിവസം വ്യാസേട്ടനെ, അതായത് എന്നോട് വീട്ടിൽ പോകാൻ പറഞ്ഞ ആളെ ഞാനൊരു ദിവസം കൊച്ചിയിൽ വെച്ചിട്ട് നേർക്കുണ്ട്. അപ്പം നീ ഇനി വീട്ടിൽ പോയില്ലെന്ന് വെച്ച്, ഇല്ലേട്ടാ ഞാനൊരു ചെറിയ പരിപാടിയൊക്കെ ആയിട്ട് കവർ പേജൊക്കെ ചെയ്യുന്ന നീ ശരിയാവാൻ തോന്നുന്നില്ലടാ എന്ന് പുള്ളി തമാശയ്ക്ക് പറയുന്നു. അപ്പം ചേട്ടാ എന്താ പരിപാടി? നമ്മളെ ദിലീപിൻ്റെ ഒരു പടം നടക്കുന്നുണ്ട്, അപ്പം അങ്ങോട്ട് പോവുക. തമിഴ്നാട്ടിലൊരു സ്ഥലം പറഞ്ഞേ, ഉടുമൽപേട്ട് പോലൊരു സ്ഥലം, പടത്തിൻ്റെ പേര് പണ്ടിപ്പെടാൻ പറ്റില്ല, അങ്ങനെ അതാണ് തോന്നുന്നു. അതെ എന്നാൽ ഞാൻ വരട്ടെ, കാരണം എനിക്ക് പ്രത്യേകിച്ച് പണിയില്ല. അന്ന് കയറിക്കോന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടുപോയി. അവിടെ പോകുന്നു, ദിലീപേട്ടനെ അവിടെ ഷൂട്ട് ചെയ്യുന്നു, ദിലീപേട്ടൻ്റെ അസിസ്റ്റൻ്റ് കുടയൊക്കെ പിടിച്ച് അങ്ങോട്ട് പോകുന്നു. അങ്ങനെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ വണ്ടി, കാരവൻ പോലുള്ളൊരു വണ്ടി. ഞാൻ ആ മരത്തിൻ്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, എന്നെ ഫുഡ് കഴിക്കാൻ വിളിക്കുക. അപ്പം ഞാൻ അങ്ങനെ ദിലീപേട്ടൻ അങ്ങോട്ട് പോകുമ്പോഴും എന്നെ നോക്കും, ഇങ്ങോട്ട് വരുമ്പോഴും നോക്കും. എന്നെ എവിടെയോ കണ്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ മാഗസിനൊക്കെ വേണ്ടി ഫോട്ടോ എടുത്തു. ആ ഒരു എന്തോ ചിരിക്കും, പിന്നെ അവർ ചിരിക്കണമല്ലോ എല്ലാവരോടും, ആ രീതിയിൽ എന്നോട് ചിരിക്കുന്നു. ഞാൻ എന്താക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ദിലീപേട്ടൻ ഷോട്ട് എടുത്തിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ പോയി ഫ്രണ്ടിൽ അങ്ങ് നിൽക്കുക കേട്ടോ. എന്താണ് വെച്ചു പുള്ളി എനിക്കൊരു 3500 രൂപ വെച്ച് ദിലീപേട്ടനോട്. അപ്പൊ പുള്ളിയുടെ അസിസ്റ്റന്റിന് നോക്കി, ശേഖറോ എന്തോ ഒരാള്. പുള്ളി കുറച്ച് മുന്നിലേക്ക് വന്നു കൊടയായിട്ട്. എന്താണ് കാര്യം? ഞാൻ പറഞ്ഞു എനിക്ക് ശരിക്കും വേണ്ടി 10,000 രൂപയാണ്, റെന്റ് 3500 ഞാനൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ ആരാണ്? അപ്പോഴേക്കും എൻ്റെ അടുത്ത് അസിസ്റ്റന്റ് മാറി വഴിയിൽ നിന്ന് മാറുമെന്ന് പറഞ്ഞു. അല്ല നിങ്ങൾ ആരാ എന്ന് ചോദിച്ചിട്ട് ദിലീപേട്ടൻ ഒന്നും മനസ്സിലായില്ല. ദിലീപേട്ടൻ നേരെ അകത്തേക്ക് പോയി. ഇത് കണ്ട് വ്യാസേട്ടൻ ഓടി വരുന്നത്. നീ എന്താ ചോദിച്ചത്? ഞാൻ പറഞ്ഞു എനിക്കൊരു 10,000 രൂപ ചോദിച്ചു. നീ എന്തീ കാണിക്കുന്നുണ്ട്? നിന്നെ ഞാനല്ല ഇങ്ങോട്ട് കൊണ്ടുവന്നത്, എന്തീ കാണിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ എൻ്റെ അടുത്ത്. എനിക്ക് അത്യാവശ്യമായിട്ടോ വേറെ എവിടെയും ചോദിക്കാൻ ഇല്ലാത്തതുകൊണ്ടാ എന്ന് പറഞ്ഞു. എന്നാലും എന്നോടൊന്നും പറയണ്ട, എന്നിട്ടല്ല അവിടെ പറയണ്ടെന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്നെ, അതായത് ഒരു അനിയൻ എന്നുള്ള രീതിയിൽ പുള്ളി എന്നെ പറഞ്ഞ് പുള്ളി അങ്ങ് പോയി കഴിഞ്ഞിട്ട് ഈ അസിസ്റ്റന്റ് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളോട് സാർ വരാൻ പറഞ്ഞോന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ വ്യാസേട്ടനുമില്ല, എന്നെ കൊണ്ടുവന്നു പറഞ്ഞു. എന്നെ ഇടിക്കാൻ പറ്റിയാണ് എന്നെ അകത്ത് കയറ്റിയിട്ട്. ഞാനങ്ങനെ ചെന്നു കേട്ടോ. ഒരു വട്ടം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ അനീഷ് എന്നാണ്, അനീഷ് ഉപാസിനാണ്. എൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾ എവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്നാണ്. അല്ല എന്നോട് പൈസ വയ്ക്കാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ആലിഞ്ചോടെ ഒരു സ്റ്റുഡിയോ ഫ്ലോർ കണ്ടിട്ടുണ്ട്, അപ്പോൾ എനിക്കിങ്ങനെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കണം, 2 ലൈറ്റൊക്കെ മേടിക്കണം. അപ്പോൾ ലൈറ്റ് മേടിക്കാനുള്ള പരിപാടിയൊക്കെ ഞാൻ നാട്ടിൽ സ്ഥലമൊക്കെ കിട്ടി ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് ഫ്ലോർ 3500 രൂപ റെൻറ്റ് പറഞ്ഞ് ഞാൻ സംസാരിച്ച് 3250 ആക്കാം. അത് പുള്ളിനോട് പറയാം, പുള്ളി എന്തോ തരാമെന്ന് ഏറ്റവും പോലെ ഞാൻ പറയുന്നത്. അല്ല ഞാൻ അതൊന്നല്ല ചോദിച്ചത്, നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് എന്നോട് പൈസ ചോദിച്ചത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പരിചയമുള്ള ഒരാളെ. എന്ത് പരിചയം? അല്ല ഞാൻ അല്ലാണ്ടൊരു പരിചയം, അത് സിനിമയെ കണ്ട പരിചയമാണ് എനിക്ക് ആകെയുള്ളത്, അത് വെച്ച് ഞാൻ ചോദിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ചോദിച്ചു എന്താ പരിപാടി എന്താന്ന് ചോദിച്ചു പുള്ളി. ഞാൻ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കും. അല്ല അതെനിക്ക് മനസ്സിലായി എന്തിനാണ് ഈ പൈസ, അപ്പം സ്റ്റുഡിയോ ഇട്ടിട്ട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ട് ഞാൻ ഈ പൈസ തിരിച്ചു തരും. അപ്പോൾ പുള്ളി ചിരിച്ചു. പുള്ളി ചിരിച്ചാൽ അർത്ഥം കുറേ പേര് എൻ്റെ അടുത്ത് പൈസ അയച്ചു പോയിട്ടുണ്ട്. അല്ല അതവിടെ നിൽക്കട്ടെ, എന്താണ് നിങ്ങളെ ഫ്യൂച്ചർ പരിപാടികൾ എന്താന്നുള്ള അർത്ഥത്തിൽ ചോദിച്ചു. ചേട്ടാ എനിക്ക് സിനിമയിൽ എന്തെങ്കിലും ആവണം. എന്താവണം? എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഇല്ലേ ചോദിച്ചു. എനിക്ക് ടെക്നീഷ്യൻ ആയാൽ മതി.
ഡയറക്ടറാണോ? ഞാൻ പറഞ്ഞു, അല്ല അങ്ങനെയല്ല, സിനിമയിൽ എനിക്ക് വർക്ക് ചെയ്യണമെങ്കിൽ സിനിമ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അത്രയും ഇതായിട്ട് വന്നതാണ്. അല്ല എനിക്ക് കഥയൊന്നും കേൾക്കണ്ട, കഥയൊക്കെ ഞാൻ ഡെയിലി കേൾക്കുന്ന, പുള്ളി കഥ പലതരത്തിലുള്ള കഥ കേൾക്കുന്ന. അപ്പോൾ ഇതായിരുന്നു ആവശ്യം, ഞാൻ ചോദിച്ചത് തെറ്റായിപ്പോയി ഏട്ടാ, സോറി എന്ന് പറഞ്ഞു. ഇല്ലില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു 10,000 രൂപ എടുത്ത് എൻ്റെ കയ്യിൽ വെച്ച് വന്നു. പുള്ളി ഓൾറെഡി പൈസ വെച്ചിട്ടായിരുന്നു എന്നെ വിളിച്ചത്. ഓക്കെ, എൻ്റെ കയ്യിൽ വെച്ച് വന്നു. ഇത് നിങ്ങളെനിക്ക് തിരിച്ചു തരുന്നൊന്നും തോന്നില്ല, എന്നാലും നിങ്ങളുടെ കണ്ണിലൊരു ഫയർ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. കാരണം ഇതൊക്കെ സിനിമയിൽ എന്തെങ്കിലും ആവണം എന്നുള്ളൊരു ആഗ്രഹം സത്യസന്ധമായതുകൊണ്ടായിരിക്കുമല്ലോ എന്നെ തടഞ്ഞു നിർത്തിയത് എന്നുള്ള അർത്ഥത്തിലാണ് പുള്ളി പറഞ്ഞത്. ഇത് നിങ്ങൾ വെച്ചോളൂ, ഞാൻ പലരെ സഹായിക്കാറുണ്ട്, അതിലൊരാൾ തന്നെയാണ് നിങ്ങളത് വെച്ചോളൂ, പൈസ വേസ്റ്റ് ചെയ്യരുത് കേട്ടോ, നിങ്ങൾ പറഞ്ഞതിലൊരു ജെന്യൂനിറ്റി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ പൈസ തരുന്നത് എന്നുള്ള രീതിയിൽ എനിക്ക് പൈസ തരുന്നു. ഞാൻ ആ പൈസ കൊണ്ട് അവിടുത്തെ ഭക്ഷണം പോലും കഴിക്കാതെ അടുത്ത വണ്ടിക്ക് കയറി ഞാൻ അവിടെ വന്നിട്ട്, അവിടെ ഒരു ആൻറ്റി ഉണ്ട് ആലിഞ്ചോടുള്ള പഴശ്ശി ട്രാവൽസ് എന്ന് പറഞ്ഞ ട്രാവൽസിൻ്റെ മുന്നിലാണ്, ആ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്താണ്. അവിടെ പോയി ഞാൻ ആൻറ്റിക്ക് പൈസ കൊടുത്തിട്ട് ഞാൻ അവിടെ ഒരു സ്റ്റുഡിയോൻ്റെ ഒരു ഫ്ലോർ, ഇതുപോലെ ഒരു ഫ്ലോർ സെറ്റ് ചെയ്ത് 2 ലൈറ്റൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് തുടങ്ങി ഞാൻ അംഗം. അവിടെ നിന്നാണ് ലാൽ സാറിൻ്റെ ഷൂട്ട്, അത് ഇതെല്ലാം ചെയ്ത് അത്യാവശ്യം പേരൊക്കെ എടുത്ത് ഞാൻ ആദ്യത്തെ സിനിമ സംവിധാനം ചെയ്യുന്നു. മാറ്റിനി എന്ന് പറഞ്ഞ സിനിമ. മാറ്റിനി എന്ന് പറഞ്ഞ സിനിമയുടെ പൂജയ്ക്ക് ദിലീപ് ഏട്ടനാണ് ഗസ്റ്റ്. അപ്പം ഇത് ഞാൻ ഇൻവൈറ്റ് ചെയ്ത ഗസ്റ്റ് അല്ല, AOP എന്ന് പറഞ്ഞൊരു വലിയ കമ്പനി, അവരുടെ ക്ലാസ്മേറ്റ് ഒക്കെയാണ് ദിലീപ് ഏട്ടനെ എന്നെ അല്ലാതെ അറിയാം കേട്ടോ, ഈ അറിവല്ല, അല്ലാതെ എന്നെ അറിയാം. അനീഷ് എന്ന് പറഞ്ഞാൽ ആ ഫോട്ടോഗ്രാഫർ. ഓക്കെ, അതിന് ഒരുപാട് ആൾക്കാരെ കാണുന്നല്ലേ, ഞാൻ അങ്ങനെ ഡെയിലി കാണുന്ന ഒരു വ്യക്തിയല്ല. പിന്നെ സോഷ്യൽ മീഡിയ ഇത്ര ലൈവ് അല്ല, എൻ്റെ മുഖം കൃത്യമായിട്ട് തിരിച്ചറിയാൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അന്നത്തെ കാലത്ത്, സജീവമല്ലല്ലോ അല്ല. അപ്പൊ അതുകൊണ്ട് അറിയില്ല ഏത് അനീഷ്, എന്തനീഷ്, ഇയാൾ എവിടെ കണ്ടിട്ടുണ്ടല്ലോ, ആ സ്ഥാനത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ ദിലീപേട്ട സ്റ്റേജിൽ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അനീഷ് ഇവിടെ സംസാരിച്ചത് കേട്ടു, ഈ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ കൂട്ടത്തിൽ നിന്നൊരാളാണ് അനീഷ്. എന്നിപ്പോൾ അനീഷ് ഈ നിരയിൻ്റെ ഫ്രണ്ട് നിരയിൽ ഇരിക്കുകയാണ്. അത് തന്നെയാണ് ഒരാളുടെ വളർച്ച. ഒരു സിനിമ സംവിധാനം ചെയ്യാന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമല്ല, വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്വം ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിൽ എന്ന് പറഞ്ഞാൽ ഇയാൾ ചെയ്തില്ല, ഇത് നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ദിലീപായിട്ട് സംസാരിക്കുന്നു. ഞാൻ അതിൻ്റെ മുന്നേ അല്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു, താങ്ക്സ് ഒക്കെ പറയുന്നു. ഇത് കഴിഞ്ഞ് ഈ പ്രോഗ്രാം കഴിഞ്ഞു, എല്ലാവരും പോയി കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് പേര് മാത്രം അതിൽ അയലത്തെ വീട്ടിലെന്ന് പറഞ്ഞ പാട്ടൊക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിരുന്നു ആ പാട്ട്. ആ പാട്ടൊക്കെ കുറച്ച് പേര് ഡാൻസ് ചെയ്യും. ഞാൻ അവിടെ നിൽക്കുമ്പോൾ AOP പ്രശാന്ത് പ്രൊഡ്യൂസർ, ശ്രീകാന്ത് ബാസിയും പ്രശാന്ത്, അവരെ അടുത്ത സുഹൃത്താണ് ദിലീപ്. എന്നോട് ചോദിച്ചു, നീ എവിടെ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ചേട്ടാ, റെനീസൻസ് ഹോട്ടലില്ല, നീ ഒന്ന് SA ഫ്ലാറ്റിലേക്ക് വാന്ന് പറഞ്ഞു. ചേട്ടാ എന്തേട്ടാ? ഒന്നുമില്ല, ചെറിയ പാർട്ടി, നീ ചുമ്മാ വാ എന്ന് പറഞ്ഞു. ഞാൻ ചേട്ടാ അവിടെ ഇല്ല, ദിലീപ് ഉണ്ട്, വിജയബാബു ഒക്കെ ഉണ്ട്, നീ വാടാ എന്ന് പറഞ്ഞു. ചേട്ടാ ഞാൻ അല്ല, നീ മഗ്മൂലൊക്കെ വിട്ടുവാ, എനിക്കിങ്ങനെ ഈ വലിയ പരിപാടിക്ക് പോകാനൊരു ചെറിയ ഞാനിങ്ങനെ ഒരു ഇവരൊക്കെ ഇരിക്കുന്ന ഒരു പാർട്ടിയിൽ ഞാൻ ചെന്നു, ഞാനൊരു സൈഡിൽ നിന്നാ അനീഷ് ഭായ് എന്ന് പറഞ്ഞ് തിരുവട്ടം വിളിക്കുന്നു, നന്നായിട്ടോ നിങ്ങൾ പ്രസംഗം ഗംഭീരമായിരുന്നേ എന്ന് പറഞ്ഞു. ഞാൻ വളരെ ജെന്യൂൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞു തീർത്തതാണ്. എൻ്റെ ഒരു ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള വരവൊന്നുമല്ല, അല്ലാത്ത കാര്യങ്ങൾ എന്നെ സിനിമയിൽ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തു, ഇങ്ങനെയൊക്കെ പറഞ്ഞു തീർത്തു. അത് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. വിജയബാബും പറഞ്ഞു നല്ല സ്പീച്ചായിരുന്നു എന്താണ്. അന്ന് വിജയബാബു കുറച്ച് തടിച്ചിട്ടൊക്കെയാണ്, നടനല്ല, അദ്ദേഹം ചാനൽ വർക്ക് ചെയ്യുന്ന സമയം. ദിലീപേട്ട എൻ്റെ അടുത്ത് ചോദിച്ചു, ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. അമ്മ ചേട്ടാ ചോദിക്കുക. ഞാനിങ്ങനെ ഒരു തൂണിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കട്ടോ, മക്ബൂൽ എൻ്റെ ബാക്കിലേക്കുണ്ട്. എന്നോടോ എന്ത് കാര്യം ചോദിക്കണേ? ഒരു ജനപ്രിയ നായകനല്ലേ, ഒരു ഭയങ്കര സ്റ്റാർട്ടുള്ള ഒരാളെടുത്ത് ഈ ഒരു ക്ലോസ് റേഞ്ചിൽ നിന്നിട്ട് അദ്ദേഹം എന്നോട് ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ചേട്ടാ എന്തായിട്ടാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല ഞാൻ ഒരുപാട് സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്, പിന്നെയാണ് ഞാൻ സിനിമാ നടനായതും ഇങ്ങനെയൊക്കെ ആയതൊക്കെ. ഇത്രയും സിനിമ അനീഷ് അസിസ്റ്റ് ചെയ്തിട്ടില്ല, ഇത്രയും സിനിമ അസിസ്റ്റ് ചെയ്ത് എനിക്ക് ഇന്ന് എന്നോടൊരു പടം സംവിധാനം ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ഭയമാണ്, എനിക്ക് പേടി, എനിക്കത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. നിങ്ങൾക്ക് ഇത് എങ്ങനെ പറ്റുമെന്ന് ചോദിച്ചു. ആ ധൈര്യം എങ്ങനെയാണ്? ഞാൻ എൻ്റെ ഒരു ആകാംക്ഷ കൊണ്ട് ചോദിച്ചതാണ്. ആ ധൈര്യം എന്താണ്? ഒരു സിനിമയിൽ കയറി ആ കഥ വായിച്ച് അതിന് ആക്ഷൻ കട്ടും പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല അനീഷ് ഭായി, എന്നെ കൊണ്ട് പറ്റൂല. ഇത്രയും പറഞ്ഞ കമൽ സാറ് കൂടെ മുതൽ വർക്ക് ചെയ്ത് ഇത്രയും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും, നിങ്ങൾക്ക് എങ്ങനെ പറ്റും? ഞാൻ പറഞ്ഞു, ചേട്ടൻ അന്ന് 10,000 തുടങ്ങിയ കളിയേട്ടാന്ന് പറഞ്ഞു. ആ പുള്ളി ഒന്നും മനസ്സിലായില്ല. ആ പുള്ളിക്ക് എന്താണ് അനുചേട്ടാ, ഞാൻ പണ്ടൊരു തമിഴ്നാട്ടിലൊരു ലൊക്കേഷനിൽ ഒരു പയ്യൻ വന്ന് ചേട്ടന് ഓർമ്മയുണ്ടാ. അപ്പം വിജയബാബുക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇവരെന്തീ പറഞ്ഞുകൊണ്ടിരിക്കുക, ആർക്കൊന്നും മനസ്സിലാവണല്ലോ. അപ്പം പ്രശാന്ത് ചേട്ടൻ എന്താ പറയണ പറഞ്ഞു, ചേട്ടാ അവിടെ ഷൂട്ട് കിടക്കുന്ന സമയത്ത് ഒരു പയ്യൻ വന്നിട്ട് ചേട്ടനെ തടുത്തെറുതിയിട്ട് ഒരു 10,000 രൂപ ആ 3,500 രൂപ റെൻറ്റ് കൊടുക്കുക, എനിക്ക് സ്റ്റുഡിയോ തുടങ്ങാനാണ്. അപ്പോൾ പുള്ളി
എൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഒക്കെ ഉള്ള സമയത്ത് ഒരു പയ്യൻ വന്ന് പൈസ ചോദിച്ച് ഒരു പയ്യൻ അതെന്താ അതിൽ വന്നു ചേട്ടാ ആ പയ്യനായിട്ടാ ഞാൻ പറഞ്ഞു. പുള്ളി അങ്ങനെ തന്നെ അങ്ങ് എഴുന്നേറ്റ്. അല്ല നീ അതാണോ? പുള്ളി അങ്ങനെ റീകളക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ വണ്ടിയിലേക്ക് എത്തി. വ്യാസ് ഭായിൻ്റെ കൂടെ, വ്യാസ് ഭായി എന്നാ വിളിക്കുക, വ്യാസ് ഭായിൻ്റെ കൂടെ വന്നാണ് അത് ഞാനാ എന്ന് പറഞ്ഞു. പുള്ളി ഞാൻ കെട്ടി അങ്ങ് പിടിച്ച്. എന്നിട്ട് പുള്ളിയുടെ കണ്ണെന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ചു വീണ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. പുള്ളി ഇങ്ങനെ കരഞ്ഞിട്ട് ഞാൻ തൊഴുതു അനീഷെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അവൻ ചേട്ടാ അപ്പോൾ എൻ്റെ അടുത്ത് അവർ ദിലീപേട്ടനും വിജയബാബു എല്ലാവരും ഇരിക്കുമ്പോൾ ചോദിക്കുകയാണ് ഇത് എന്തുകൊണ്ട് സ്റ്റേജിൽ പറയാൻ ഞാൻ ചോദിച്ചു. വിജയബാബു ആരോ ചോദിച്ചു ഇത് സ്റ്റേജിൽ പറഞ്ഞുകൂടായിരുന്നോ എന്നുള്ള രീതിയിൽ. കാരണം അത്രയും എഫർട്ട് എടുത്തിട്ടാണ് ഒരാളോട് വന്നിട്ട്. ഞാൻ ചേട്ടാ ഇതെനിക്ക് സ്റ്റേജിൽ പറയേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇത് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പേഴ്സണലി മേടിച്ച പൈസയാണ്. അപ്പം ഞാനിത് ചേട്ടനോടാണ് പറയേണ്ടത്. ജനങ്ങൾ അറിയേണ്ട ആവശ്യം എനിക്കില്ല. അതുകൊണ്ട് ഞാനിത് എന്തിനാ ആളുകളെടുത്ത് പറയണം? ചേട്ടൻ്റെ മാർക്കറ്റ് വലുതാക്കണം, അത് എൻ്റെ മാർക്കറ്റ് വലുത്, എൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇത് ചേട്ടൻ എനിക്ക് ആ ഒരു വണ്ടിക്കുള്ളിൽ ഇരുന്നിട്ട് നിൻ്റെ കണ്ണിലൊരു ഫയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തന്ന പൈസയാണ്. ആ പൈസ ഞാൻ തിരിച്ചു തരട്ടെ എന്ന് വെച്ചു. പുള്ളീൻ്റെ അടുത്ത് ഞാൻ ചോദിക്കാം ആ പൈസ ഞാൻ തിരിച്ചു തരട്ടെ വെച്ചു. ആ പൈസ അവിടെ വെക്കിന്ന് പറഞ്ഞു. അത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ കാരണം ഒരാളിവിടെ സംവിധായകനായിട്ടുണ്ട്. അതൊരു പ്രൗഡാണോ? ഫസ്റ്റ് സിനിമയിൽ അനീഷ് വിളിച്ചിട്ടല്ല ഞാൻ ഈ സിനിമയുടെ ലോഞ്ചിന് വന്നത്, ഇവർ വിളിച്ചിട്ടാണ് വന്നത്. അപ്പം ഇതെല്ലാം നിമിത്തങ്ങളാണ്. അനീഷ് ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമയുടെ അതിൽ ഗസ്റ്റായിട്ട് ഓഡിയോ ലോഞ്ചിൽ ഞാൻ വരിക എന്നുള്ളതൊക്കെ നിമിത്താണെന്ന് പറഞ്ഞിട്ട് എന്നെ ഹഗ് ചെയ്ത് പുള്ളി പിടിച്ചിട്ട്. അതൊരു ചെറിയ കാര്യമല്ല. ഇത് ഇത്രയും കാലം ഇപ്പോഴത്തെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിലോ എന്തെങ്കിലും ഉണ്ടായാൽ അപ്പം തന്നെ പുറത്ത് പറയും, അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും കുറിക്കും, അല്ലെങ്കിൽ 10 ആളോട് പറയുമെങ്കിലും ചെയ്യും. അതിന് ഞാനിത് ഇപ്പോഴാണ് പറയുന്നത്. ഇതുവരെ അന്ന് ആ സർക്കിളിലുള്ള വിജയബാബുവിന് ഓർമ്മയുണ്ടെങ്കിൽ ദിലീപേട്ടനറിയാം, പ്രശാന്തനറിയാം, ശ്രീകാന്ത് പാസിക്കറിയാം. ഞാനിത് എവിടെയും പറയാത്ത ഒരു കാര്യമാണ് ഇപ്പൊ പറയുന്നത്. കാരണം ഇത് എനിക്കങ്ങനെ ആളുകൾ അറിയണം എന്നില്ല. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞത് ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. അല്ല ഇത് കേൾക്കുമ്പോളേ ഒരു കഥയാ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിക്ക്, പക്ഷെ നോക്കുമ്പോൾ അത്ര ലൈഫ് ഉണ്ട് കേട്ടോ ജീവിതം. അയ്യോ ഭയങ്കര കുറെ കറങ്ങിയിട്ടുണ്ട്.